നമ്മൾ എടുത്തത് എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് ആയിരുന്നു. അതായത് പ്ലാനിങ്ങിൻ്റെ ഡെഫിനേഷൻ, അതേപോലെ അതിൻ്റെ നേച്ചർ എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണ് പ്ലാനിങ് പ്രോസസ്സിൻ്റെ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം പ്ലാനിങ് എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. അതായത് ഒരു കാര്യം എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനെ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, അതുപോലെ അതിൻ്റെ നേച്ചർ, ഇമ്പോർട്ടൻസ്, ഇതൊക്കെ സ്റ്റെപ്സ് ഫോർ ദ പ്ലാനിങ് പ്രോസസ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ അറിയേണ്ടത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിന് 7 ടൈപ്സ് ആയിട്ടാണ് ജനറലൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ഇതിൽ നിന്നുള്ള സബ് ഡിവിഷൻ ആയിരിക്കും ബാക്കിയുള്ള പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മേജർ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ 7 ടൈപ്സ് ആയിട്ടും, പിന്നെ അതിൽ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ വിന്നിങ് ക്ലാസിഫൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. മിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ്, പോളിസി, പ്രൊസീജിയർ, റൂൾസ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്. ഇതിൽ എക്സെപ്റ്റ് മിഷൻ, ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജീസ്, റിമൈനിങ് പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസിൻ്റെ സബ് ഡിവിഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും മാർക്കിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ടൈം ഹൊറിസോണിൻ്റെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻസിൻ്റെ അണ്ടറിൽ തന്നെ. അതിൽ ഫസ്റ്റ് വൺ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്ലാൻസ്. അതായത് എത്ര ടൈം ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ നമ്മൾ എടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പെസിഫിസിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്പെസിഫിക് പ്ലാൻസും അതേപോലെ ഡയറക്ഷൻ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്കോപ്പിനെ ബേസ് ചെയ്തിട്ട്, പ്ലാനിങ്ങിൻ്റെ സ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റജിക് പ്ലാൻസ്, ഓപ്പറേഷൻ പ്ലാൻസ് ആൻഡ് ടാക്റ്റിക് പ്ലാൻസ്. നെക്സ്റ്റ് കോപ്പറേറ്റീവ് പ്ലാൻസ് ആൻഡ് ഫങ്ഷണൽ പ്ലാൻസ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് പ്ലാൻസ്, അതായത് 5th പ്ലാൻ എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പ്ലാൻസ് ആണ്. പിന്നെ സ്റ്റാൻഡിങ് പ്ലാൻസ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. ഇത് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഫ്രീക്വൻസി ഓഫ് യൂസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡിങ് പ്ലാൻസോ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡിങ് പ്ലാൻ ആൻഡ് സിംഗിൾ യൂസ് പ്ലാനിൻ്റെ സബ് ഡിവിഷൻ ആയിട്ടാണ് നമ്മുടെ ഈ പോളിസി, പ്രൊസീജിയർ, റൂൾസ്, പ്രോഗ്രാംസ്, ബഡ്ജറ്റ് ഇതെന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ സബ് ഡിവിഷനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് വരുന്നതാണ്. ലാസ്റ്റ് പ്ലാനിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസിലുള്ള ലാസ്റ്റ് 7th വൺ പ്ലാൻസ് എന്ന് പറയുന്നത് കോണ്ടിൻജൻസി പ്ലാൻസ് ആണ്. അതായത് 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ് നമ്മൾ സർട്ടൻ ഫാക്ടേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഹൈറാർക്കിയൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻസിൻ്റെ കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ മേജർ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ ഇത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നേരത്തെ അതേ ഇത് തന്നെയാണ്, പക്ഷേ അതിലൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് സിംഗിൾ യൂസ് പ്ലാൻസിൽ നമ്മളിപ്പോൾ പറഞ്ഞു പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, അതാണ് ഹൈറാർക്കിയൽ ബേസിൽ കണ്ടോ, പ്രോഗ്രാംസ്, ബഡ്ജറ്റ്. അതേപോലെ നമ്മുടെ സ്റ്റാൻഡിങ് പ്ലാൻസിൽ പോളിസി, പ്രൊസീജിയർ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് തന്നെയാണ് ഹൈറാർക്കിയൽ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച്, ലോങ് ടേം, ഷോർട്ട് ടേം, ഇൻ്റർമീഡിയറ്റ് ടേമിൻ്റെ ബേസ് ചെയ്തിട്ടും ആ പ്ലാൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് റേഞ്ചും ഷോർട്ട് റേഞ്ചും പ്ലാൻസ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻബിറ്റ്വീനായിട്ടാണ് ഏത് വരുന്നത്, ഇൻ്റർമീഡിയറ്റ് ടേം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പ്ലാൻ വരുന്നത്. അപ്പോൾ ലോങ് റേഞ്ച് പ്ലാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലാൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഓർഗനൈസേഷനിലാവാം. പക്ഷേ നമ്മുടെ ഷോർട്ട് റേഞ്ച് പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബിസിനസ് കാര്യങ്ങൾക്ക്, ചെറിയ കടകൾ, അങ്ങനത്തെ ചെറിയ ബിസിനസ് ഏരിയയിലുള്ളത് തന്നെയാണ് നമ്മൾ ഷോർട്ട് റേഞ്ച് പ്ലാനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രമാത്രം നമ്മൾ പ്ലാനിങ് എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ് അത്രമാത്രം ഇതായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല ഷോർട്ട് റേഞ്ച് പ്ലാനാണ്. അതുകൊണ്ടാണെങ്കിൽ മിനിമം 1 ഇയറിനുള്ളിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലാനിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ലോങ് റേഞ്ച് പ്ലാൻ എന്ന് പറയുന്നത് 5 വർഷമോ അതിന് മേളിലേക്കോ ആ ടൈപ്പിൻ്റെ ഡ്യൂറേഷൻ
വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ലോങ് റേഞ്ച് ഷോർട്ട് റേഞ്ച് വെച്ചാൽ ടൈം ഹൊറിസോണിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലോങ് റേഞ്ച് എന്ന് പറയുന്നത് 5 years or more ആണ്. വലിയൊരു ഓർഗനൈസേഷൻ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷേ ഷോർട്ട് റേഞ്ച് പ്ലാൻസിൻ്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ പർപ്പസ്, ഇപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ആണ്, ആ ഗ്രോസറി ഇതാണ്. പക്ഷേ വലിയൊരു കമ്പനീസൊക്കെ ഉദ്ദേശിച്ചാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഷോർട്ട് റേഞ്ചിൻ്റെ കേസിൽ മാക്സിമം 1 year വരെയാണ് വരുന്നത്. അപ്പോൾ അതേപോലെ ലോങ് റേഞ്ചിൻ്റെ കേസിൽ മിഷനും അതേപോലെ വലിയ രീതിയിലുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് ചെറിയൊരു എയിമേ അവർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് ഫിനാൻഷ്യലി ആണ് മെയിനായിട്ട് അവർ കീപ്പപ്പ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ലോങ് റേഞ്ച് പ്ലാൻസിലൊക്കെ അതിനെക്കാട്ടും ഉപരി അവരെ പ്രസ്റ്റീജ് എന്താണ് സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതൊക്കെ അതിൽ വരും. ഈവൻ ബിസിനസ്സും അതിലൊരു പാർട്ടായിട്ട് വരുന്നു മാത്രം. അപ്പോൾ അത്രയും ടോപ്പ് മാനേജ്മെൻറ്റ് നമ്മുടെ ലോങ് റേഞ്ച് പ്ലാൻസിന് ആവശ്യമുണ്ട്. പക്ഷേ ഷോർട്ട് റേഞ്ച് പ്ലാൻസിന് അത്രമാത്രം ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, വലിയ ഫേസ്ബുക്കും അതേപോലെ വലിയ ടൊയോട്ടേൻ്റെ കമ്പനി, അങ്ങനെ വലിയ കമ്പനീസും ചെറിയ സാധാരണ ഒരു ഗ്രോസറി ഷോപ്പ് പോലെയുള്ള ചെറിയൊരു കട, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ്, ഇതൊക്കെ ഓർത്താൽ മതി. രണ്ടും ഒന്ന് അതിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതിന് രണ്ടും ഇടക്ക് വരുന്നതാണ് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഒരു 2.5 years അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവിടെ ഇൻ്റർമീഡിയറ്റ് പ്ലാൻസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ബേസ്ഡ് അപ്പോൺ ടൈം ഹൊറിസോണിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലോങ് റേഞ്ച്, ഷോർട്ട് റേഞ്ച്, ഇൻ്റർമീഡിയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ടൈമാണ് അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫേസ്ബുക്കൊക്കെ ഒരു വർഷത്തിനൊക്കെ എടുത്തിട്ടൊന്നല്ല അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളെ ആലോചനയും പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്കുള്ളതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് അപ്പോൺ സ്പെസിഫിസിറ്റി ആണ്. സ്പെസിഫിസിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്ലാൻസിന് സ്പെസിഫിക് പ്ലാൻസ് ആൻഡ് ഡയറക്ഷൻ പ്ലാൻസ് ആണ്. അപ്പോൾ ഈ സ്പെസിഫിക് പ്ലാൻസും ഡയറക്ഷൻ പ്ലാൻസും നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചില കാര്യങ്ങൾക്ക് ആ കമ്പനിക്ക് ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ അതിപ്പം അവിടെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടോപ്പ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും. അതായത് അതിൻ്റെ MD അല്ലെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സാണ് അതിൽ തീരുമാനിക്കുന്നത്. അത് കാരണം അവർക്കൊരു എയിം ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എയിം അവർക്ക് ആ ഒരു കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിന് ഉണ്ടാവും. പെട്ടെന്ന് ഒരുത്തരുന്ന് വരുന്നതല്ല. അത് താഴേക്കിടയിലുള്ള ആൾക്കാരെ വെച്ച്, മാനേജേഴ്സിനെയും പ്യൂണിനെ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ വെച്ച് അവർ ആ ഒരു എയിം ഗോൾ അച്ചീവ് ചെയ്യുന്നത് ഈ മാനേജേഴ്സിനെ വെച്ചിട്ടും അവിടെ താഴെ വരുന്ന വർക്കേഴ്സിനെ വെച്ചിട്ടായിരിക്കും അത് അവർ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് പ്ലാൻസിൻ്റെ കേസിലാണെങ്കിൽ അവർ അതിൻ്റെ ഡിഫറെൻറ്റ് മാനേജേഴ്സ് അവിടെ വന്നാലും കൂടി അതിലെന്താണ് യാതൊരു മാറ്റവും വരുന്നില്ല. ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചതെന്നാണ്, പിന്നെ അത് മാറാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെയുള്ള ടൈപ്പ് പ്ലാൻസിനെ നമ്മൾ സ്പെസിഫിക് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നമുക്ക് ഡയറക്ഷൻ പ്ലാൻസ് ആണ്. ഡയറക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, മാനേജേഴ്സിന് വലിയൊരു ഇൻവോൾവ്മെൻറ്റ് അവിടെയുണ്ട്. അതായത് ആ ഗോൾ എക്സിക്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും മാനേജേഴ്സിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ഫ്ലെക്സിബിലിറ്റി, അതായത് അവർ ആ ഒരു എബിലിറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് രണ്ട് രീതിയിലുള്ള പ്ലാൻസ് വരുന്നത്, സ്പെസിഫിക് പ്ലാൻസും അതേപോലെ ഡയറക്ഷൻ പ്ലാനുമാണ് വരുന്നത്. അപ്പോൾ സ്പെസിഫിക് പ്ലാൻ എന്ന് പറയുന്നത് മാനേജേഴ്സിൻ്റെ സ്കില്ല്, പെർഫോമൻസ് ഇതൊന്നും അവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ചില കമ്പനീസ് അവരൊരു മനസ്സിൽ വെച്ച എയിം അത് വർക്കൗട്ട് ചെയ്യാമെന്ന് മാത്രമേ അവരുടെ ഒരു ഡ്യൂട്ടി വരുന്നുള്ളൂ. അതായത് നമ്മുടെ മാനേജേഴ്സിനൊരു ഡ്യൂട്ടി വരുന്നുള്ളൂ. നമ്മളിപ്പം ഈ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇതാണെങ്കിൽ അവർക്ക് ഡെലിവറിയാണ്, അവർ പ്രോപ്പർ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടുന്ന് ടോപ്പ് ലെവലിൽ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അവിടെ ഇപ്പോൾ പുതിയൊരു ഒരുപാട് മാനേജേഴ്സ് വന്നു എന്ന് വെച്ചിട്ട് ആ പ്രൊസീജിയറിൽ മാറ്റമില്ല. ഫ്ലിപ്കാർട്ട് അവർ തീരുമാനിച്ചതാണ്, അതിൻ്റെ ആൾക്കാർ തീരുമാനിച്ചതാണ് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ഒരു റോള് മാനേജേഴ്സിനില്ല. ഓൾറെഡി അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ അവരെ എയിം എക്സിക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മാനേജേഴ്സിന് വെക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡയറക്ഷൻ പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇപ്പം LIC ഒക്കെ നമ്മളറിയാം, അത്
അവിടെയുള്ള LIC ഏജൻസിൻ്റെ കഴിവ് വെച്ചിട്ടാണ് അവരെടുക്കുന്നത് അല്ലേ. ഓരോരാൾക്കും നന്നായി സംസാരിക്കുന്നവരുണ്ടാവും, സംസാരിക്കാത്തവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവരെ പെർഫോമൻസ് അവരെ കൂടും. അത് കമ്പനീനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് പ്ലാനാണ്. ഡിഫറെൻറ്റ് മാനേജേഴ്സിൻ്റെ ഒരു എഫക്റ്റ് എവിടെ വരുന്നില്ല. അവരെ എബിലിറ്റിയിലുള്ള വ്യത്യാസം സ്പെസിഫിക് പ്ലാൻസിൽ യാതൊരു റോളും ഇല്ല. പക്ഷേ അവരെ വേരിയൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവ് പെർഫോമൻസ് എവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ പ്ലാൻസിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ആൻഡ് ഓപ്പറേഷണൽ ഓർ ടാക്ടിക് പ്ലാൻസ് ആണ്. അത് സ്കോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക്, ഓപ്പറേഷണൽ ഓർ ടാക്ടിക് പ്ലാൻസ് എന്ന് പറയുന്നത് ബേസ്ഡ് അപ്പോൺ സ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്ലാൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഓർഗനൈസേഷനെ അതെന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓപ്പറേഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് അതിലുള്ള ഒരു ചെറിയ ഏരിയ. ഇപ്പം നമ്മളിപ്പം വലിയൊരു ഷോപ്പ് എടുത്താലും വലിയൊരു കമ്പനി എടുത്താലും അതിൻ്റെ മേളത്തട്ട് തൊട്ട് താഴെത്തട്ട് വരെ ആൾക്കാരുണ്ട് അല്ല. ഇപ്പം നമ്മൾ ടൊയോട്ടൻ്റെ എല്ലാം കമ്പനി നോക്കുകയാണെങ്കിൽ അവിടെ അതിൻ്റെ എക്സ്റ്റേണൽ ബോഡി ക്രിയേഷന് വേണ്ടിയിട്ട് ഒരു ആൾക്കാരുണ്ട്, ഒരു ടീം ഉണ്ടാവും. അതുപോലെ എൻജിൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പാർട്ടിന് ഒരു ടീം ഉണ്ടാവും. അതുപോലെ ലൈറ്റിങ്ങിൻ്റെ ആക്സസറീസിന് വേണ്ടിയിട്ട് വേറൊരു ടീം ഉണ്ടാവും. അതുപോലെ ടയർ, അതിൻ്റെ മോണിറ്ററിങ്, അതിന് വേണ്ടിയിട്ട് വേറെ ടീം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ടൊയോട്ടേൻ്റെ അവരെ കമ്പനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടുന്ന് അവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഓണേഴ്സ് ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത് ഈ മാനേജേഴ്സ്, ഓരോ സെക്ഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ഗോൾസ് നമ്മളിപ്പം പറഞ്ഞ എല്ലാ സെക്ഷനിലെയും ഗോൾസ് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയാലേ നല്ലൊരു വണ്ടി അവർക്ക് മാർക്കറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എവിടെയെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഏരിയ ലൈറ്റ് എന്ന് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഫ്രണ്ട് ലൈറ്റ് അങ്ങനെ അവിടെ അതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്ട് കംപ്ലീറ്റ് ഒരു വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യും. അവർക്കൊരു മോശമായിട്ടുള്ള ഒരു ബാഡ് ഫീഡ്ബാക്ക് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് അവരെ ബാക്കിയുള്ള കമ്പനീൻ്റെ മുന്നോട്ടുള്ള ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഗോൾസും 100% എത്തിയാലേ അതിൻ്റെ ടോട്ടൽ ഔട്ട്കം നമുക്ക് നല്ലൊരു കവറപ്പ് കിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പെർട്ടിക്കുലർ ഏരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓപ്പറേഷൻ പ്ലാൻസ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഓപ്പറേഷൻ പ്ലാൻസ്, സ്ട്രാറ്റജിക് പ്ലാൻസ്, ടാക്ടിക് പ്ലാൻസ്. ഈ സ്ട്രാറ്റജിക് പ്ലാൻസിൻ്റെ ഓപ്പറേഷൻ പ്ലാൻസിന് മിഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ ടാക്ടിക് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻസ് ആണെങ്കിൽ 5 വർഷം അതിൽ കൂടുതലും എടുക്കും. ഓപ്പറേഷൻ പ്ലാൻസ് ആണെങ്കിൽ നമുക്കറിയാം, കാരണം സ്ട്രാറ്റജിക് പ്ലാൻസ് നമ്മളിപ്പോൾ വണ്ടീൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ അവിടെ ഇപ്പം മോട്ടറിൻ്റെ, അതായത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ എക്സ്റ്റേണൽ കേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ പാർട്ടിലുള്ളവർക്കും ചിലപ്പോൾ 1 വർഷം എങ്ങനെ എടുക്കുള്ളൂ. പക്ഷേ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എത്രയാവും? ഒരുപാട് വർഷം. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ ലെവലിലും ആൾക്കാർ ഡിസൈഡ് ചെയ്യുന്ന പ്ലാനിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള മെയിൻ കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാനും അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയില്ല ഈ ഓരോ സെക്ഷനിലുള്ള ആൾക്കാർ ചെയ്യുന്ന പ്ലാനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഈ സ്ട്രാറ്റജിക്കും ഓപ്പറേഷനും. അപ്പോൾ അത് മൊത്തം എക്സിക്യൂട്ട് ചെയ്യാൻ 5 years അല്ല അതിൽ കൂടുതലെടുക്കും. 1 year കൊണ്ട് നമുക്ക് ഓരോ സെക്ഷൻ്റെ പാർട്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ബേസ്ഡ് ഓൺ ഇൻറ്റേർണൽ സ്ട്രെങ്ത്, അതായത് കമ്പനീൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് മെയിനായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പം മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാഡ് ഫീഡ്ബാക്ക് ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇൻറ്റേർണൽ ഗോൾസ് അല്ലെങ്കിൽ അവരെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അവരെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്ട്രാറ്റജി പ്ലാൻസിന് അതുപോലെ തന്നെ നല്ലൊരു ടോപ്പ് മാനേജ്മെൻറ്റ് തന്നെ ഉണ്ടാവണം. കാരണം ഇത്രയും പാർട്സ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്താലും മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷൻ നടന്നാലും മാത്രമേ നല്ലൊരു റിസൾട്ട് കമ്പനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മൊത്തം ഈ 5 സെക്ഷൻ ഉണ്ടെങ്കിൽ 5 സെക്ഷനെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളെ ഉണ്ടാവുക മേളിൽ. അപ്പോൾ അതാണ് ടോപ്പ് മാനേജ്മെൻറ്റ് ഉദ്ദേശിച്ചത്. മിഡിൽ അവർ ഉദ്ദേശിച്ചത് ഇത് നമ്മളിപ്പോൾ ഓരോ പാർട്ടായിട്ട് പറഞ്ഞു ആ കാര്യങ്ങൾ. അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കാം. ഈ സ്ട്രാറ്റജി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അവരത് എക്സിക്യൂട്ട്. ഇപ്പോൾ മുകേഷ് അംബാനിനെയാണ് ജിയോൻ്റെ കമ്പനി അവർ റെഡിയാക്കി എടുത്തു. അപ്പോൾ ആ ജിയോ ആദ്യം ചെയ്തത് എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രീ ആയിട്ട് നെറ്റ് കൊടുത്തു, നെറ്റ് സംവിധാനം കൊടുത്തു, പല ഓഫേഴ്സിൽ കൊടുത്തു. അപ്പോൾ പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് എന്താണ്, ആ ഒരു പ്ലാനിങ് വെച്ചിട്ട് ചെറിയ രീതിയിൽ എമൗണ്ട് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അതിനേക്കാൾ എത്രയോ മടങ്ങ് റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടി എത്രയോ റിട്ടേൺ അതിൻ്റെ ഓണർക്ക് അംബാനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ വർക്കിംഗ് കാരണമാണ്. അയാൾ ഒരു പെർട്ടിക്കുലർ പ്ലാൻ വെച്ചു, ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ റിട്ടേൺ എനിക്ക് എടുക്കാം. അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് കുറേ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൾക്കാരിപ്പം ജിയോൻ്റെ ഐഡിയൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് പ്രൊവൈഡർ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ, ഓഫീസ്, ജിയോൻ്റെ ഓഫീസ് നമ്മൾ സിമ്മും എല്ലാം നോക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ഈ മുകേഷ് അംബാനി എന്ന് പറയുന്ന ആ ഒരു എൻ്റർപ്രണർ എയിം അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മുകേഷ് അംബാനീൻ്റെ ആ ഒരു എയിമിനെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാൻസ് ആണെന്ന് പറയാം. ചുരുക്കം പറഞ്ഞാൽ അവരെ ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്തു, അത് ഡിഫറെൻറ്റ് ഏരിയസ്, അവർ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി. അതായത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവരെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് അവരെ വീക്ക്നെസ് കണ്ടുപിടിച്ച് അവർ തിരിച്ച് ആ വീക്ക്നെസ്സൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്തത് കൊണ്ടാണ് സക്സസ് ആയിട്ട് ഈവൻ കാശ് കൊടുത്തിട്ട് നെറ്റ് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സ് റെഡി ആയി പോയത്. അപ്പോൾ ആ രീതിയിലാണ് സ്ട്രാറ്റജി പ്ലാൻസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതിപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും, നോക്കിയേൻ്റെ കമ്പനിയാണെങ്കിലും ഏതും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ടാക്റ്റിക് പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്ലാൻസിൻ്റെയും അതേപോലെ ഓപ്പറേഷൻ പ്ലാൻസിൻ്റെയും, ടാക്റ്റിക്കൽ പ്ലാൻസ് സ്ട്രാറ്റജി പ്ലാൻസിൻ്റെ ഓപ്പറേഷൻ പ്ലാനിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് ടാക്റ്റിക്കൽ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് അത്രയും സമയം 5 കൂടുതൽ വർഷങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഒരു വർഷമോ അല്ലെങ്കിൽ 1 ഇയറിന് താഴെയുള്ള ഒരു ടൈം ഡ്യൂറേഷൻ എന്തായാലും എടുക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവർ നോക്കുന്നത് ആ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിങ്ങും അവരുടെ റെപ്യൂട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം അംബാനീനെ പോലെയുള്ള ഒരു എൻ്റർപ്രണർ അവരെ പ്രസ്റ്റീജ് ഇമേജും കൂടി അവിടെ നോക്കുന്നുണ്ട്. പക്ഷേ ടാക്റ്റിക് പ്ലാനിൽ ചെക്ക് ചെയ്യുന്ന ഒരാൾ, ആ ഒരു എൻ്റർപ്രണർ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. മാർക്കറ്റിങ്ങിലും അതുപോലെ മാനുഫാക്ചറിങ്ങിലും ഫിനാൻഷ്യലിലും പ്യൂർലി ആ ഏരിയസിൽ മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ഓപ്പറേഷൻ പ്ലാൻസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അംബാനി എന്ന് പറയുന്ന ആ ആൾ ആ ഒരു തോട്ട് അല്ലെങ്കിൽ എയിം എക്സിക്യൂട്ട് ചെയ്തെടുത്തത് ഈ നെറ്റ്വർക്ക് ഔട്ട്ലെറ്റ്സ് വെച്ചിട്ടാണ്. നമ്മൾ അവിടെ നിന്നാണ് സിമ്മ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഔട്ട്ലെറ്റ്സിലുണ്ടാവുന്ന ഏജൻസ് അല്ലെങ്കിൽ ആ ആൾക്കാരാണ് പിന്നെ പ്ലാൻ ചെയ്യുന്നത് ഏത് രീതിയിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സിമ്മൊക്കെ കൊടുക്കാമെന്ന്. ഫ്രീ ആയിട്ടായിരുന്നു സിമ്മൊക്കെ കൊടുത്തത്, പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഒരു പ്ലാൻ പ്രകാരമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെയാണ് ഓപ്പറേഷൻ പ്ലാൻസ്. അതുപോലെ ഇപ്പോൾ LICൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ LIC ഏജൻസ് ആണ്, അവർ ചെയ്യുന്ന വർക്കാണ് ഈ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും പോയിട്ട് പോളിസി എടുക്കുന്നുണ്ടോ? ഇല്ല. അത് എന്താണ് ആ കമ്പനീൻ്റെ എയിം എന്നുള്ളത് സാധാരണക്കാരിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ അവർ ആ പോളിസി എടുക്കുന്നുള്ളൂ. ചിലപ്പോൾ അതൊരു മെഡിക്കൽ ക്ലെയിം ആവാം, ആക്സിഡൻറ്റ് ക്ലെയിം ആവാം, മാരേജ് ക്ലെയിം ആവാം, ഇതൊക്കെ ആവാം. അപ്പോൾ ഓരോ പോളിസിക്കും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഈ ഏജൻറ്റുമാരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു LIC ഏജൻറ്റിൻ്റെ ഐഡിയ ആണ്. അതാണ് നമ്മൾ ഓപ്പറേഷൻ പ്ലാൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻസ്, ടാക്റ്റിക്കൽ പ്ലാൻസ്, ഓപ്പറേഷൻ പ്ലാൻസ് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്കോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക് പ്ലാൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയർ എൻ്റർപ്രണറാണോ അതിൽ വരിക, അല്ലെ പാർട്ട്ണർഷിപ്പ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ഡയറക്ടേഴ്സ്, ലോങ് ടേം ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അംബാനീൻ്റെ കേസ് പറഞ്ഞു 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു, അതൊക്കെ തീരുമാനിക്കുന്നത് ആ എൻ്റർപ്രണറാണ്. അപ്പോൾ അതാണ് സ്ട്രാറ്റജി പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എങ്ങനെ ചെയ്യും എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ച് കഴിഞ്ഞു. 1 വർഷം ഫ്രീ ആയിട്ട് കൊടുത്തു, പിറ്റേ തവണ ചെറുങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ
അടുത്തുനിന്ന് തിരിച്ചു പിടിക്കാമെന്നുള്ള ആ ഒരു ഐഡിയ, പിന്നെ ഫോൺ ഫ്രീ ആയിട്ട് കൊടുത്തു, അതൊക്കെ അവിടെ നിന്നുള്ള ആ ഒരു ഗോൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ എവിടെ കൊടുക്കും എന്നുള്ളത് തീരുമാനിക്കുന്നവരാണ് മാനേജേഴ്സാണ്, കോർഡിനേറ്റേഴ്സ്, അല്ലെങ്കിൽ അത്രയും വലിയ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുള്ള ഒരു മീഡിയം ലെവലിലുള്ള ലിങ്കിങ് മാത്രമേ അവിടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഓപ്പറേഷൻ പ്ലാൻസ് നമ്മളിപ്പോൾ പറഞ്ഞു, സാധാരണയുള്ള ഇപ്പം നെറ്റ്വർക്ക് ഔട്ട്ലെറ്റ്സും LAC ഏജൻസ് അത്രയും അത് ഡിവൈഡ് ചെയ്ത് അവർ ആ ഒരു പർപ്പസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർ ആ ഒരു കമ്പനീൻ്റെ ആ ഒരു കാര്യം അവരെ ഗോള് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. അത് ഓരോ ആൾക്കാരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ഓപ്പറേഷൻ പ്ലാൻസിൽ വരുന്നത്. ഇപ്പം ഈ രീതിയിലാണ് അതിൻ്റെ ആ പ്ലാൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, സ്ട്രാറ്റജിക് പ്ലാൻസ് ആണ് ലോങ് ടേം. ടാക്റ്റിക്കൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജീൻ്റെ മിഡിൽ, ഓപ്പറേഷൻ്റെ മിഡിലിൽ വരുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജി പ്ലാൻസിന് എപ്പോഴും ടോപ്പ് ലെവൽ എക്സിക്യൂഷൻ്റെ ആവശ്യമുണ്ട്. മിഡിൽ ലെവലാണ് ടാക്റ്റിക്കൽ പ്ലാൻസ്. ഓപ്പറേഷൻ ആണ് സൂപ്പർവൈസറി ലെവലാണ്. അത് കസ്റ്റമേഴ്സിനോട് എടുത്ത് കിടക്കുന്നത് ഓപ്പറേഷൻ പ്ലാനിങ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ ഡ്യൂറേഷൻ ലോങ് ടേം, അത് നമ്മുടെ എൻ്റർപ്രനറുടെ ഗോള് അല്ലെങ്കിൽ എയിം ഏതൊക്കെ രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാന്നുള്ളത് ആ ഫീൽഡിലുള്ളവരെ അവരൊരു കഴിവാണത്. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പറേഷൻ പ്ലാൻസ്. അത് ഷോർട്ട് ടേം ആയിട്ടാണ് വരുന്നത്. പിന്നെ കവറേജ് എല്ലാ ഓർഗനൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ജിയോൻ്റെ സിമ്മിൻ്റെ കാര്യമാണെങ്കിൽ ആ ചെറിയ ഏരിയയിൽ മാത്രമല്ല, കംപ്ലീറ്റ് വില്ലേജിലുള്ളതിൻ്റെ കാര്യം വരെ സിമ്മും അതിൻ്റെ ടവറിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കംപ്ലീറ്റ് ഓർഗനൈസേഷൻ നോക്കേണ്ടി വരും. പക്ഷേ ടാക്റ്റിക്കൽ പ്ലാൻസും ഇതെന്ന് വെച്ചാൽ ഓരോ ഫങ്ഷണൽ ഏരിയേൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഓപ്പറേഷൻ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ്. നമ്മളിപ്പോൾ വണ്ടീൻ്റെ പാർട്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എല്ലാം കൂടി ചേർന്നാലേ ഒരു വണ്ടി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഓരോ പാർട്ട്, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടീംസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ വണ്ടീൻ്റെ കേസാണെങ്കിൽ ലൈറ്റിംഗ് സെക്ഷനും ഇലക്ട്രിക്കൽ സെക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ, മോട്ടറിൻ്റെ അതുപോലെ അതിൻ്റെ മെക്കാനിക്കൽ സെക്ഷൻ, ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് വരുന്നത്. അവരൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താലേ നമ്മൾക്ക് ആ കവറേജ് ഹോൾ ഓർഗനൈസേഷന് ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ വരുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്. പക്ഷേ സ്ട്രാറ്റജി പ്ലാൻസ് വഴി ചെയ്യുന്നതിന് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് ടാക്റ്റിക്കൽ പ്ലാൻസിലും ഓപ്പറേഷൻ പ്ലാൻസിലും വരുന്നത്. അപ്പോൾ സ്ട്രാറ്റജി പ്ലാൻസാണ് ഇതിൻ്റെ ടോപ്പിൽ വരുന്നത്, സെൻട്രലൈസ് ചെയ്യുന്ന അവരാണ്. ബാക്കിയുള്ളിടത്തേക്ക് അവരെ ഗോള് ഇന്നത് വേണം എന്നുള്ളത് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കോപ്പിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് കോപ്പറേറ്റ് ആൻഡ് ഫങ്ഷണലാണ്. അപ്പോൾ കോപ്പറേറ്റീവ് പ്ലാൻസും ഫങ്ഷണൽ പ്ലാൻസുമാണ് ഇവിടെ വരുന്നത്. മെയിനായിട്ട് ഇത് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കേസ്. അതായത് കമ്പനീൻ്റെ വോൾ പെർഫോമൻസിന് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം, മേ ബി ഗോൾസ് ആയിരിക്കാം, അതിനെ കംപ്ലീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കോപ്പറേറ്റീവ് പ്ലാൻസ് വരുന്നത്. ഇനി ഫങ്ഷണൽ പ്ലാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതേപോലെ സ്ട്രാറ്റജിക്കും ഓപ്പറേഷൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള പ്ലാൻസ് തന്നെയാണ് ഇവിടെ ഈ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ കമ്പനീനെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു മാത്രം. അപ്പോൾ ഫങ്ഷണൽ പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ കോർപ്പറേറ്റ് പ്ലാൻസ് ആയിട്ടും അതുപോലെ ഫങ്ഷണൽ പ്ലാൻസ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ആണ്. പ്രൊയാക്റ്റീവ് പ്ലാൻസ് എന്ന് ഉദ്ദേശിച്ചത് മാനേജേഴ്സാണ് അതിൽ കൂടുതലും ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് റിയാക്റ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ റിയാക്ട്സ് ടു ഈവൻറ്റ്സ് ആസ് ആൻഡ് വെൻ ദേ അറൈസ്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഓർഗനൈസേഷൻസ് ആയിരിക്കും അവിടെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആ ടൈപ്പ് പ്ലാൻസിനെ നമ്മൾ എന്ത് പറയുന്നത്, റിയാക്റ്റീവ് പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഈ പ്ലാനിങ്സിൻ്റെ കേസ് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഫ്യൂച്ചർ അതായത് ചില സമയത്ത് മാത്രം യൂസ് ചെയ്യുന്ന പ്ലാൻസ് ആയിരിക്കും ഈ ഒരു കാറ്റഗറീസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് വേണ്ട പ്രൊഡക്റ്റ് ഉണ്ടാകും, എല്ലാ സമയത്തും നമ്മൾ ഒരേ പ്രൊഡക്റ്റ് ഒരു വർഷത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പ്രൊയാക്റ്റീവും റിയാക്റ്റീവ് പ്ലാൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് സ്റ്റാൻഡിങ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഹയറാർക്കിയിൽ ബേസ് ചെയ്തിട്ട് വരുന്ന പ്ലാൻസിലെ പലതും സ്റ്റാൻഡിങ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് റെഗുലർലി റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്ത് തരുന്ന പ്ലാൻസ് ആയിരിക്കും. പക്ഷേ സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിപ്പീറ്റ് ചെയ്യാതെ ഫ്യൂച്ചറിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത
പ്ലാൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിലെ എക്സാമ്പിൾ സ്റ്റാൻഡിങ് പ്ലാൻസിന് എക്സാമ്പിളായിട്ട് നമ്മുടെ പോളിസീസ്, LIC പോളിസീസ് ഒക്കെ എന്താണ് റെഗുലർലി അത് എന്താണ് ഒരു പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ ചേഞ്ച് വരുന്നുണ്ട് അല്ല, എപ്പോഴും ഒരുപോലെയാണോ? അല്ല. അതുപോലെ പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ എന്താണ് മാറ്റിയെടുക്കാറുണ്ട്. മിക്ക കമ്പനീസിൻ്റെ ഒക്കെ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്നാലും മാത്രമേ ആ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ അവർക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് സിംഗിൾ യൂസ് പ്ലാൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ്, ഷെഡ്യൂൾസ്, പ്രോജക്ട്സ്, ബഡ്ജറ്റ്സ്, ഇതൊക്കെയാണ് അതിനൊരു എക്സാമ്പിൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പോളിസി, പ്രൊസീജിയർ ഇതൊക്കെ നമുക്ക് ഹയറാർക്കിയൽ പ്ലാൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ വൺ ടൈം പ്ലാനാണ്. സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റ്ലി അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്കത് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിംഗിൾ യൂസ് പ്ലാൻസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ആ ടൈപ്പ് പ്ലാൻസ് എക്സാമ്പിൾ പ്രോഗ്രാംസ്, ബഡ്ജറ്റ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ഗോയിങ് പ്ലാൻസ് എന്നും പറയും, കണ്ടിന്യൂയിങ് പ്ലാൻ എന്നും പറയും. അപ്പോൾ അത് നമുക്ക് പോളിസി, പ്രൊസീജിയർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച്. ഇപ്പോൾ LICൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു മാരേജ് പോളിസി ഉണ്ട്. അതുപോലെ ഓരോ വർഷത്തിൽ അവർ പോളിസീൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മാരേജ് പോളിസി ആണെങ്കിലും ആക്സിഡൻറ്റ് പോളിസി ആണെങ്കിലും പല സമയത്തും പല രീതിയിലുള്ള അവർ അപ്ഡേഷൻ വരാറുണ്ട്. അത് ഇയേഴ്സിലാവാം, മണീൻ്റെ ബേസ് ചെയ്തിട്ടാവാം. അപ്പോൾ ആ തരത്തിലുള്ള പ്ലാനിങ്ങിനെ നമ്മൾ കണ്ടിന്യൂയിങ് പ്ലാൻ അല്ലെങ്കിൽ ഓൺ ഗോയിങ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിങ് പ്ലാനുമാണ് ഇതിൽ വരുന്ന മെയിൻ കാര്യം. സ്റ്റാൻഡിങ് പ്ലാന്. നെക്സ്റ്റ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്കുള്ളത് കോണ്ടിൻജൻസി പ്ലാൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് പ്ലാന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ അംബ്രല്ല ഇപ്പോൾ പോപ്പീൻ്റെ ആണെങ്കിലും നാനോൻ്റെ ആണെങ്കിലും ഈ കുട വാങ്ങിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? ജൂൺ, ഈ മൺസൂൺ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജൂൺ, ജൂലൈ ആ സമയത്താണ് ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർ ഈ അംബ്രല്ല എന്ന് പറയുന്നത് വാങ്ങിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഇപ്പോൾ ചൂടുള്ള സമയത്തുള്ള ആ സമയത്ത് വാങ്ങിക്കുന്നത് കുറവാണ് അല്ലേ. അപ്പോൾ മഴേൻ്റെ ഒരു ടൈം വരുമ്പോഴാണ് ഇതിൽ അത് ആ ഒരു പ്രൊഡക്റ്റ്, ആ കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റിൽ അഡ്വർടൈസ്മെൻ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിലുള്ള ഒരു റൈസിങ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതും കൂടുതൽ മാർക്കറ്റിങ്ങിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതും ആ ഒരു ടൈമിലാണ്. പക്ഷേ കമ്പയർഡ് ടു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ ഒരു ടൈമിനെ കമ്പയർ ചെയ്യുമ്പം ഡിസംബർ, നവംബർ ആ ഒരു സമയത്ത് ഈ പോപ്പീൻ്റെ ആണെങ്കിലും നാനോൻ്റെ ആണെങ്കിലും അംബ്രല്ലക്ക് അത്രമാത്രം ഒരു മാർക്കറ്റിംഗ് ഉണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അത്രത്തിൽ രീതിയിലുള്ള അതായത് ക്രൈസിസ്, ഒരു ക്രൈസിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ചില സീസണലായിട്ട് മാത്രമേ ആ പ്രൊഡക്റ്റിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൈസിസ് നടക്കുന്ന സമയം കൊറോണേൻ്റെ ടൈമാണ് അല്ലേ. ഇതിന് മുമ്പ് നമ്മളിൽ എത്ര പേര് മാസ്ക് കണ്ടിന്യൂസ് വാങ്ങിക്കുന്നവരുണ്ട്? ഇല്ല, തീരെയില്ല. നമുക്കിപ്പോൾ ഒരു കോൾഡ് വന്നാൽ കൂടി നമ്മളെന്താണ് ടവൽ യൂസ് ചെയ്യുന്നല്ലാണ്ട് മാസ്ക് യൂസ് ചെയ്യാറില്ല. ഈ അത്രയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ മാത്രമേ, അതിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോ അങ്ങനെയുള്ളവർ മാത്രമേ ആ സമയത്തൊക്കെ മാസ്ക് യൂസ് ചെയ്യും. ഇപ്പം അങ്ങനെയാണോ സിറ്റുവേഷൻ? അല്ല, അത് ആ ക്രൈസിസ് വന്നതുകൊണ്ട് നമ്മൾ കമ്പൽസറി അത് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സമയത്ത് ഒരു മാസ്ക്, സാനിറ്റൈസർ അതേപോലെ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ 2018-ലും 2019-ലൊക്കെ യൂസ് ചെയ്യുന്ന ലെവലിലാണോ ഇന്ന് 2020-ലും 2021-ലും ഉള്ളത്? അല്ല, ഒരുപാട് കോടിക്കണക്കിന് എല്ലാം ബില്യൺ കണക്കിന് പ്രൊഡക്റ്റിൻ്റെ റേറ്റിൽ വ്യത്യാസം വന്നു. അത്രയും ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ്, മാസ്ക് ആയിക്കോട്ടെ സാനിറ്റൈസർ ആയിക്കോട്ടെ പലയിടത്തുനിന്നും ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് പല കമ്പനീസ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. അത് എല്ലാ സമയം കൊറോണ പെട്ടെന്ന് നമുക്ക് കോവിഡ് നമ്മുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ ഇപ്പോൾ നടക്കുന്ന പ്രൊഡക്റ്റ് ലെവൽ എന്ന് പറയുന്നത് കുറയും അല്ലേ. അപ്പോൾ ഒരു ക്രൈസിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പലയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ ടൈപ്പ് മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ ടൈപ്പ് നല്ല പ്ലാൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടിൻജൻസി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിനനുസരിച്ചിട്ട് വരുന്ന പ്ലാൻസാണ് ഈ ടൈപ്പ് കോണ്ടിൻജൻസി പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസാണ് നമുക്ക് ഉള്ളത്. അത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് ഹയറാർക്കിയൽ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ 7 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ സബ് ഡിവിഷനായിട്ട് തന്നെയാണ് ഈ ഹയറാർക്കിയൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻസും വരുന്നത്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.